ഹലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ കെമിസ്ട്രി എക്സാം എത്താനായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം ഒരു 5 മാർക്സ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, പെട്ടെന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അയൺ. ഷുവർ ആയിട്ടും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിന് നിങ്ങൾ കണ്ടോളൂ അതിൽ. സോ ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, വിടരുത്, വിട്ടുപോകരുത്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ ഇത് പഠിക്കാം, എങ്ങനെ ഓർത്തെടുക്കാം എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യാൻ പോണത്, പറയാൻ പോണത്. ഓക്കെ, അപ്പോൾ നോക്കിയാലോ, സ്റ്റാർട്ട് ചെയ്യാം. പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ അയൺ ആണെങ്കിൽ അയണിന്റെ പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ അയണിന്റെ പ്രിപ്പറേഷൻ എന്ത് വേണം, നമുക്ക് അയൺ വേണം. അപ്പോൾ ഈ അയൺ കിട്ടണമെങ്കിൽ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, നമ്മുടെ എർത്ത് ക്രസ്റ്റ് അല്ലേ, നമ്മുടെ ഭൂവൽക്കത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, തുടങ്ങുകയാണ് നമ്മുടെ ആരംഭം. അങ്ങനെ ഭൂവൽക്കത്തിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മുടെ മിനറലുകൾ, ധാതുക്കൾ അല്ലേ, ധാതുക്കൾ കിട്ടുന്നു. ഈ ധാതുക്കളിൽ ചിലവർ മാത്രമാണ് എന്തെന്ന് പറയണത്, ഓർ അഥവാ അയിര് എന്ന് പറയണവർ അല്ലേ, ഓർ അഥവാ അയിര് എന്ന് പറയണത്. അപ്പോൾ ഈ അയൺ അല്ലെങ്കിൽ ഇരുമ്പിനും ഇതുപോലെ എന്തുണ്ട്, അതാത് അയിരുകളുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് ഏതൊക്കെ അയിരുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഹാമറ്റൈറ്റും മാഗ്നറ്റൈറ്റും അല്ലേ. ഹാമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആണ് അയണിൻ്റെ അയിരുകൾ അല്ലെങ്കിൽ അയണിൻ്റെ ഓറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി അയണിനെ വേർതിരിക്കാൻ പോകുന്നത്. എന്ത് ചെയ്യാൻ പോവാണ്, അയണിനെ വേർതിരിക്കാൻ പോവുകയാണ്. അപ്പോൾ കുറേ പ്രക്രിയകളിലൂടെ കടന്നു പോകേണ്ടി വരും അല്ലേ, കുറേ പ്രക്രിയകളിലൂടെ കടന്നു പോകേണ്ടി വരും. 3 സ്റ്റേജസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെ? കോൺസെൻട്രേഷൻ ഓഫ് ഓർ അല്ലെങ്കിൽ അയിരിനെ നമ്മൾ എന്ത് ചെയ്യുക, സാന്ദ്രീകരിക്കുക അല്ലെ. അയിരിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സാന്ദ്രീകരിക്കുകയാണ്. അപ്പൊ ഇവിടെ അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ അയിര് നമ്മൾ എന്ത് ചെയ്തു, എടുത്തിട്ടുണ്ട്. നമ്മൾ അയിരായിട്ട് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ഹാമറ്റൈറ്റും മാഗ്നറ്റൈറ്റിലെ ഹാമറ്റൈറ്റിനെയാണ്, ദാറ്റ് ഈസ് Fe2O3നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ അയിര്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ മെത്തേഡാണ്. ആ അയിരിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സാന്ദ്രീകരിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന പ്രക്രിയ ഏതാണ്, ആ കോൺസെൻട്രേഷൻ ഓഫ് ഓർ അല്ലെങ്കിൽ അയിരിനെ സാന്ദ്രീകരിക്കുന്നതിൽ തന്നെ 3 മെത്തേഡുകൾ, 4 മെത്തേഡുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ 4 മെത്തേഡുകളിൽ ആരെയാണ് ഇവിടെ എടുക്കുന്നതാണ് നമുക്ക് അടുത്തത് എന്ത് ചെയ്യാനുള്ളത്, നോക്കാനുള്ളത്. ആരെയാണ്, മാഗ്നറ്റിക് സെപ്പറേഷൻ അല്ലേ. മാഗ്നറ്റിക് സെപ്പറേഷൻ അല്ലെങ്കിൽ കാന്തിക വിഭജനമാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ചൂസ് ചെയ്യാറുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ അല്ലെങ്കിൽ ഇരുമ്പ് എന്ന് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത് നമുക്ക്, ഇരുമ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു കാന്തിക സ്വഭാവം അല്ലേ, കാന്തിക സ്വഭാവം അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് നേച്ചർ ആണ് തോന്നുന്നത് അല്ലേ. അപ്പോൾ ഈ മാഗ്നറ്റിക് നേച്ചർ ഉള്ള അയണിൻ്റെ ഈ സ്വഭാവം കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ മെത്തേഡ് അല്ലെങ്കിൽ കാന്തിക വിഭജനം എന്ന് പറയുന്ന സാന്ദ്രീകരണ രീതി നമ്മൾ എന്ത് ചെയ്യണത്, ചൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രക്രിയയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, അടുത്ത പ്രക്രിയയിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ദാറ്റ് ഈസ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഇറ്റ്സ് കോൺസെൻട്രേറ്റഡ് ഓർ, അഥവാ നമ്മൾ സാന്ദ്രീകരിച്ചു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ അയിരിനെ, ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്തു. ആ കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇനി മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മുടെ ലോഹത്തിനെ വേർതിരിക്കാൻ പോവാണ്. അപ്പൊ അത് എങ്ങനെ വേർതിരിക്കും എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, അടുത്തത് നോക്കാനുള്ളത്. ശ്രദ്ധിച്ചിരുന്നു, അതിൽ തന്നെ എന്ത് ചെയ്യാനുണ്ട്, രണ്ട് രീതികൾ കടന്നിട്ടാണ് അത് എന്ത് ചെയ്യണത്, അടുത്ത സ്റ്റേജിലേക്ക് പോകണത്. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഓക്സൈഡ് ആക്കി മാറ്റും. ദാറ്റ് ഈസ് നമ്മുടെ കോൺസെൻട്രേറ്റഡ് ഓർ. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് സാന്ദ്രീകരിച്ച അയിര് നമ്മുടെ കയ്യിലുണ്ട്. ഈ സാന്ദ്രീകരിച്ച അയിരിനെ ഞാൻ എന്താക്കി മാറ്റാൻ പോവാണ്, ഓക്സൈഡ് ആക്കി മാറ്റാൻ പോവാണ്. ആൻഡ് ഓക്സൈഡ് ആക്കി മാറ്റണേന് എൻ്റെ ഉള്ളത് രണ്ട് മെത്തേഡുകളിലൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്സൈഡ് ആക്കി മാറ്റാൻ പറ്റും. അതിൽ ഞാൻ ഒരാളെയാണ് എടുക്കാൻ പോകുന്നത്. അത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റോസ്റ്റിംഗ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത പോയിന്റ് എന്താ മക്കളെ, റോസ്റ്റിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ കോൺസെൻട്രേറ്റഡ് ഓർ സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കി മാറ്റാൻ പോവാണ്. റോസ്റ്റിംഗ് എന്താണെന്നൊന്നും ഞാൻ പറഞ്ഞു തരേണ്ടി വരില്ല എന്ന് വിചാരിക്കുകയാണ്. എന്താണ് റോസ്റ്റിംഗ്, പ്രസൻസ് ഓഫ് എയറിൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റുക. അല്ലെങ്കിൽ നമ്മൾ വായുവിൻ്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ അയിരിനെ ഓക്സൈഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ നമുക്ക് സൾഫർ, ഫോസ്ഫറസ്, ആഴ്സനിക് പോലുള്ള കുറേ ഇംപ്യൂരിറ്റീസ്, കുറേ അപദ്രവ്യങ്ങൾ കുറച്ചും കൂടി
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഹാമറ്റൈറ്റ് എന്തല്ല, പ്യുവർ ആയിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഇംപ്യൂരിറ്റീസ് അപദ്രവ്യങ്ങളൊന്നും കംപ്ലീറ്റ്ലി പോയിട്ടില്ല. അപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിലുള്ള എല്ലാ ഗാങ്ങിനെയും എല്ലാ ഇംപ്യൂരിറ്റീസിനെയും എല്ലാ അപദ്രവ്യങ്ങളും ഞാൻ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം റോസ്റ്റിംഗ് വരെ ചെയ്തിട്ട് കുറേ പേരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവായിട്ടുണ്ട്. ഇനിയും കുറച്ച് പേര് അതിൽ ഇനിയും എന്ത് ചെയ്യുന്നുണ്ട്, അവശേഷിക്കുന്നുണ്ട്. ആ അവശേഷിക്കുന്ന ആളാണ് സിലിക്കൺ ഡയോക്സൈഡ്. ഓക്കെ, ശ്രദ്ധിക്കുക, സിലിക്കൺ ഡയോക്സൈഡ്. ഇനിയും ഒഴിവാക്കപ്പെടാണ്ട് പോയിട്ടുള്ള ഒരു അപദ്രവ്യം ആരാണ്, നമ്മുടെ സിലിക്കൺ ഡയോക്സൈഡ് ആണ്. അപ്പം നെക്സ്റ്റ് പോയിന്റ് എന്താണ്, ഇപ്പോഴും എല്ലാം ചെയ്തിട്ടും കുറേ ഇമ്പ്യൂരിറ്റീസ് കുറേ അപദ്രവ്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടും ഇപ്പോഴും അതൊന്ന് പോവാത്ത ഒരാളാണ് ഇനി സിലിക്കൺ ഡയോക്സൈഡ്. ഇനി ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു ഇമ്പ്യൂരിറ്റീനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്തൊരു പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോളാം, സബ്സ്റ്റൻസസ് ആഡഡ് ഇൻ ടു ബ്ലാസ്റ്റ് ഫർണസ്. ഇനിയാണ് നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നമ്മൾ വരാൻ പോകുന്നത്. ഓക്കെ, ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഞാൻ വരാൻ പോവാണ്. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസ് എടുക്കുന്നു. എൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് അറിയോ, സിലിക്കൺ ഡയോക്സൈഡിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ആ ഒരു ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു ഗ്യാങ്ങിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഞാൻ സെറ്റാണ്. എൻ്റെ അയൺ നല്ല അടിപൊളി പ്യുവർ ആയിട്ടുള്ള ഒരു ഇരുമ്പാണ് എൻ്റെ കയ്യിൽ കിട്ടുക. അപ്പോൾ അതും കൂടി ഒഴിവാക്കാനുള്ള പ്രയത്നത്തിലാണ്. അപ്പോൾ ഞാൻ ബ്ലാസ്റ്റ് ഫർണസ് ഒക്കെ എടുത്തു. ബ്ലാസ്റ്റ് ഫർണസ് ഒക്കെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, അതിലേക്ക് എൻ്റെ കയ്യിലുള്ള, ഇപ്പം എൻ്റെ കയ്യിൽ ഓക്സൈഡ് ആക്കിയിട്ടുള്ള ഹാമറ്റൈറ്റ് ഉണ്ട് അല്ലേ, അതിന് ഞാൻ എന്ത് ചെയ്യാണ്, അതിലേക്ക് ഇടുകയാണ്. കൂടാണ്ട് 2 പേരേനെയും കൂടി ഞാൻ ചേർക്കുകയാണ്. അത് ആരൊക്കെയാണ്, ലൈം സ്റ്റോണും കോക്കും. ഓക്കെ, ലൈം സ്റ്റോൺ ആൻഡ് കോക്കും കൂടി ഞാൻ എന്ത് ചെയ്യാനും നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസിൽ ആരൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത്, ഏതൊക്കെയാ, കോക്ക്, ലൈം സ്റ്റോൺ, ഹാമറ്റൈറ്റ്. കോക്ക് എന്ന് പറയുന്നത് എന്താണ്, കാർബൺ ആണ്. ലൈം സ്റ്റോൺ എന്ന് പറയുന്നത് ചുണ്ണാമ്പ് കല്ലിനെയാണ്, ദാറ്റ് ഇസ് CaCO3 അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് ആണ്. ഓക്കെ, ഇതൊക്കെ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാണ്, ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇടാൻ പോവുകയാണ്. ഇട്ടിട്ട് അവിടെ എന്ത് ചെയ്യും, കുറേ പ്രക്രിയകളൊക്കെ ഇനി നടക്കാൻ തുടങ്ങും. ഓക്കെ, കുറേ പ്രക്രിയകളൊക്കെ നടക്കാൻ തുടങ്ങും. അതിന് ഓരോന്നിനും ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ ഈ ആഡ് ചെയ്തിട്ടുള്ള ഓരോ ആൾക്കാർക്കും ഓരോരോ കർത്തവ്യങ്ങളുണ്ട്. അതെന്തൊക്കെയാന്നുള്ളതാണ് ഇനി ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, അതാണ് അടുത്തത്, ഫ്ലെക്സ് ഉണ്ടാകുന്നു. ഈ ആഡ് ചെയ്ത് 3 ആൾക്കാരിൽ ഏതോ ഒരാൾ എന്തുണ്ടാക്കിയിട്ടുണ്ട്, ഫ്ലെക്സിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണ് ഫ്ലെക്സിനെ ഉണ്ടാക്കണത് എന്നാണ് ഞാൻ എന്ത് ചെയ്യാൻ പോണത് പറയുന്നത്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ സംഭവം എങ്ങനെയാണ് ഫ്ലെക്സ് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ലൈം സ്റ്റോണിനെ ആഡ് ചെയ്തു അല്ലേ, ദാറ്റ് ഈസ് കാൽഷ്യം കാർബണേറ്റിനെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, കാൽഷ്യം കാർബണേറ്റിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കാൽഷ്യം കാർബണേറ്റ് സ്വയം വിഘടിച്ച് അല്ലെങ്കിൽ ഡിക്കമ്പോസ് ചെയ്യുന്നു. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അതിന് ഭയങ്കര സങ്കടം, അതിന് ആരുമില്ല. പറയുമ്പോൾ 3 ആൾക്കാരെ ഇട്ടിട്ടുണ്ട് ആ ബ്ലാസ്റ്റ് ഫർണസിലേക്ക്, അതിൽ ഒറ്റപ്പെട്ടത് കൊണ്ട് അത് സ്വയം വിഘടിച്ച് എന്തായി മാറുന്നു, കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും ആയി മാറുന്നു. ഓക്കെ, കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും ആയി മാറുന്നു. ഈ കാൽഷ്യം ഓക്സൈഡ് ആണ് എന്ത് ചെയ്യുന്നത്, ഫ്ലെക്സ് ആയി മാറിയത്. ആൻഡ് ഈ ഫ്ലെക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇംപ്യൂരിറ്റി, നമ്മുടെ അപദ്രവ്യമായിട്ടുള്ള ഒട്ടും ഒഴിവാക്കപ്പെടാണ്ട് പോയിട്ടുള്ള ഒരാളുണ്ട് അതിൽ. ആരാ, സിലിക്കൺ ഡയോക്സൈഡ്. ഈ സിലിക്കൺ ഡയോക്സൈഡിനെ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്ലെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇട്ടിട്ടുള്ള ലൈം സ്റ്റോൺ അഥവാ ചുണ്ണാമ്പ് കല്ലാണ് എന്തിന് സഹായിച്ചത്, ഫ്ലെക്സ് ഉണ്ടാകാൻ വേണ്ടി സഹായിച്ചത്. ഫ്ലെക്സ് എന്തിനാ യൂസ് ചെയ്യണത് മക്കളെ, നമ്മൾ എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ ഇംപ്യൂരിറ്റി, നമ്മുടെ ഗാങ് ആയിട്ടുള്ള സിലിക്കൺ ഡയോക്സൈഡിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കാൽഷ്യം കാർബണേറ്റിനെ ആഡ് ചെയ്തത്. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മൾ എങ്ങനെ ആ ഇംപ്യൂരിറ്റീനെ എങ്ങനെ നമ്മൾ അതിനെ ഒഴിവാക്കി എന്നുള്ളതാണ് അടുത്തൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്. എങ്ങനെ ഒഴിവാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടിയിട്ടുള്ള ഫ്ലെക്സ് അല്ലേ, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലെക്സ് അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ഫ്ലെക്സ് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, അതിലുണ്ടായിരുന്നുള്ള നമ്മുടെ ഹാമറ്റൈറ്റിൽ ഒഴിവാക്കപ്പെടാണ്ടിരുന്നിരുന്നത് ആരായിരുന്നു, സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഗ്യാങ് ആയിരുന്നു, ഇംപ്യൂരിറ്റി, അപദ്രവ്യമായിരുന്നു. ഇവർ രണ്ടാളും കൂടി ചേർന്ന് എന്ത് സംഭവിക്കുന്നു, കാൽഷ്യം സിലിക്കേറ്റ് ഉണ്ടാവാണ്, ദാറ്റ് ഈസ് സ്ലാഗ്. ഓക്കെ, കാൽഷ്യം സിലിക്കേറ്റ് ആയിട്ടുള്ള സ്ലാഗ് ഉണ്ടാവുകയാണ്.
നോട്ട് ചെയ്യുക. അപ്പൊ എന്താണ് സ്ലാഗ് എന്ന് പറയുന്നത്? ഫ്ലെക്സും ഗാങ്ങും ചേർന്ന് ഉണ്ടാകുന്ന ഒരു ഉത്പന്നത്തിനെ അല്ലെങ്കിൽ പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ലാഗ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, എന്താണ് സ്ലാഗ്? ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 5 മാർക്കിലെ ഒരു മാർക്കിനുള്ള സംഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സ്ലാഗ് എന്ന് മനസ്സിലായോ? ഫ്ലെക്സും ഗാങ്ങും ചേർന്നിട്ടുണ്ടാകുന്ന ഉൽപ്പന്നം അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ നമ്മൾ സ്ലാഗ് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് കാൽഷ്യം സിലിക്കേറ്റ്. ഓക്കെ, സെറ്റ് അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒട്ടും വിട്ടുപോവാത്ത ഒരു ഇംപ്യൂരിറ്റിനെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തിന് ചേർത്തു ആ കോക്ക്, അല്ലെങ്കിൽ ഞാൻ ആ ഒരു കാർബണിനെ ഞാൻ എന്തിനാണ് ആ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്? അതിന്റെ സെറ്റപ്പ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. സത്യം പറഞ്ഞാൽ ഞാൻ ആ കോക്കിനെ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ആഡ് ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോക്ക് എന്ത് ചെയ്യും? ഈ ബ്ലാസ്റ്റ് ഫർണസിന്റെ സെറ്റപ്പ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, നല്ലോണം ഓക്സിജൻ ഇങ്ങനെ വിട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, നല്ലോണം ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? ഉള്ളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കടത്തി വിടുന്നുണ്ട്. അപ്പൊ ഈ കോക്ക് അഥവാ കാർബൺ, കോക്ക് എന്ന് പറഞ്ഞാൽ കാർബൺ ആണ്. ഈ കാർബൺ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് കംപ്ലീറ്റ്ലി ഓക്സിജൻ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെന്ത് ചെയ്യും? ഓക്സിജനുമായി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുകയാണ്. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്യുക, കാർബണും ഓക്സിജനും കൂടി ചേർന്ന് അവിടെ കാർബൺ ഡൈ ഓക്സൈഡും കുറച്ച് ഹീറ്റും ഉണ്ടാകുകയാണ്. ആൻഡ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കാർബണുമായി ചേർന്ന് എന്ത് ചെയ്യുന്നു മക്കളെ? കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുകയാണ്. ഓക്കെ, കാർബൺ മോണോക്സൈഡ്. ഇനി ഒന്ന് ആലോചിച്ചേ, കാർബൺ മോണോക്സൈഡ് നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ഓക്സൈഡ് ആക്കി മാറ്റിയിട്ടുള്ള ഓർ അല്ലെങ്കിൽ ഐറിനെ, ഓക്കെ, ഓക്സൈഡ് ആക്കി റോസ്റ്റിംഗ് വഴി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഹാമറ്റൈറ്റിനെ ഓക്സൈഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഓക്സൈഡ് ആക്കി മാറ്റിയിട്ടുള്ള ഹാമറ്റൈറ്റിനെ ഞാൻ ഇനി എന്ത് ചെയ്യും? റിഡക്ഷൻ ചെയ്യണം, നിരോക്സീകരണം ചെയ്യണം അല്ലേ? നിരോക്സീകരണം അല്ലെങ്കിൽ റിഡക്ഷൻ ചെയ്യണം. അപ്പോൾ റിഡക്ഷൻ ചെയ്യണമെങ്കിൽ അവിടെ എനിക്കൊരു സ്യൂട്ടബിൾ റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു നിരോക്സീകാരി വേണം അല്ലേ? അനുയോജ്യമായ ഒരു നിരോക്സീകാരി വേണം. അപ്പം ഞാൻ അതിന് വേണ്ടി എടുക്കുന്ന ആളാണ് ഇവിടെ സത്യം പറഞ്ഞ ആര് എന്ന് പറയുന്നത്? നമ്മുടെ കാർബൺ മോണോക്സൈഡ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ബ്ലാസ്റ്റ് ഫർണസിലേക്ക് കോക്ക് ഇട്ടത്. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഇനി കാർബൺ മോണോക്സൈഡിനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇപ്പം ഞാനിപ്പോൾ കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കി അല്ലേ? റെഡ്യൂസിങ് ഏജന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മെറ്റലിനെ എന്ത് ചെയ്യുന്നത്? എക്സ്ട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലോഹത്തിനെ വേർതിരിക്കുന്നത്. ഇനി അതും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അതിൻ്റെ ഇക്വേഷൻ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിക്കേണ്ടതാണ്. അപ്പം ജസ്റ്റ് ഞാനിതൊന്ന് വായിക്കുകയാണ്. നോക്കിക്കേ, എങ്ങനെയാണ് ഞാനത് ചെയ്യുന്നത് നോക്കിക്കോളാം. ആദ്യം എൻ്റെ Fe2O3 അല്ലേ, ഹാമറ്റൈറ്റ്, ഞാൻ ഓക്സൈഡ് ആക്കി മാറ്റിയിട്ടുള്ള ഹാമറ്റൈറ്റ് അല്ലേ, പ്യുവർ ആയിട്ടുള്ള ഹാമറ്റൈറ്റ് ആണ്. കാരണം എന്താണ്? അതിൽ നിന്ന് സിലിക്കൺ ഡയോക്സൈഡ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ? എന്നിട്ട് അതിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കാർബൺ മോണോക്സൈഡ് എന്ത് ചെയ്യാണ്? ചേർക്കാണ്. എൻ്റെ നിരോക്സീകാരി അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് ആണ്. എന്നിട്ട് അവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അയൺ ഉണ്ടാവുകയാണ്. എൻ്റെ കയ്യിൽ ഇപ്പം എന്ത് കിട്ടിയിട്ടുണ്ട്? അയൺ കിട്ടിയിട്ടുണ്ട്. പ്ലസ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുകയാണ്. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഒരു ഏകദേശം സെറ്റപ്പിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. എല്ലാം സെറ്റല്ലേ? എല്ലാം സെറ്റാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്? ഈ ഒരു ഭാഗത്ത് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചാൽ ഷുവറാണ് 5 മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും. സോ ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. അപ്പോൾ ഇതെന്തായാലും ഷുവറായിട്ടും മിസ് ചെയ്യാണ്ട് പഠിക്കുക. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും കാണും. അപ്പോൾ ടാറ്റാ.